നമ്മളിങ്ങനെ പ്ലാവും തൈ നട്ടുകൊണ്ടിരിക്കുകയാണ്. പറമ്പിലിങ്ങനെ പല വൃക്ഷങ്ങൾ വയ്ക്കുകയാണ്. എക്സോട്ടിക് ആൻഡ് ട്രോപ്പിക്കൽ ഫ്രൂട്ടുകൾ വയ്ക്കുകയാണ്. വരും വർഷങ്ങളിൽ നമുക്ക് നല്ല ഫലം ദൈവം അനുഗ്രഹിച്ച് കിട്ടുന്ന നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതൊക്കെ വയ്ക്കുന്നത്. കുഴിയുടെ നടുക്കത്തിൽ എല്ലുപൊടിയും 2-3 തരി യൂറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നടും. ഇച്ചിരി പുല്ലൊക്കെ പിടിച്ചാണ് പറമ്പ് കിടക്കുന്നത്. നല്ല മഴയാണ്, സമ്മറാണ് ഇവിടെ ക്യൂൻസ്ലാൻഡിൽ. പക്ഷേ നമ്മൾ മണ്ണ് നല്ല ഇളക്കി നമ്മളിങ്ങനെ തൈ നടാൻ വേണ്ടി ഇങ്ങനെ ഇതുണ്ടോ ചെറിയ കുഴിയൊക്കെ എടുത്ത് നടുവാണ്. സാധാരണ പ്ലാവ് തൈ ഇങ്ങനെ നട്ടാൽ 3.5 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ്ക്കും. ചിലത് 6 വർഷം എടുക്കും. അങ്ങനെയാണ് പ്ലാവും തൈ ചട്ടിയിൽ നിന്ന് എടുക്കണേ അല്ലേ? ആ വേറെ അനങ്ങാതെ നിവർത്തിക്ക്. അങ്ങനെ പ്ലാവും തൈ നടുകയാണ്. പ്ലാവിൻ്റെ വേരൊക്കെ മുളച്ച് വന്നു. ഇത് 10 മാസം ചട്ടിയിൽ വെച്ച തൈയാണ്. ഈ തൈ ഇടയ്ക്ക് ഒടിഞ്ഞു പോയതാണ്. താറാവ് ചവിട്ടി ഒടിഞ്ഞു പോയ തൈ. എന്നാലും നമ്മൾ വെക്കുവാണ്. അവസാനം വന്നപ്പോൾ കാരണം 150ഓളം തൈ ഇവിടെ വെച്ചു. പിന്നെ ഒന്ന് കാണിച്ചാൽ കൂടി. ഇനി നേരെ വയ്ക്കേ. അങ്ങനെയല്ല, കുറച്ചുകൂടെ നിവർത്തി വയ്ക്കുക തൈ. ഈ മരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ മരം ഓസ്ട്രേലിയയിൽ നമുക്ക് വെട്ടിക്കളയാൻ പാടില്ല, വലിയ മരങ്ങൾ. അപ്പം മരത്തിൻ്റെ ഇടകൾ നോക്കി നമ്മളിങ്ങനെ ഇടയിൽ ഗ്യാപ്പുള്ളോട് നോക്കിയാണ് വെക്കണം. വലിയ മരങ്ങൾ വെക്കണമെങ്കിൽ കൗൺസിലിൻ്റെ പ്രത്യേക അനുമതി വേണം. അപ്പോൾ മരത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ പ്ലാവിന് അല്പം ചോലയൊന്നും കുഴപ്പമില്ല. വെയിലേറിയിട്ട് ഇവിടെയൊക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഇട നോക്കി ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ്. ഈ മിനി എക്സ്കവേറ്റർ പണിയുന്ന ഈ സായിപ്പ് പയ്യൻ അമ്മന്ന് പോയി ഞാനിതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു മാർക്കർ വെച്ച് ഉണ്ടോ, ഒരു 7 മീറ്റർ ഗ്യാപ്പ് അപ്പുറം ഇപ്പുറം തമ്മിൽ. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങൾ നോക്കി ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പറമ്പ് ഇങ്ങനെ കിടക്കുവാണ്. ഈ പറമ്പിന് 400 മീറ്റർ നീളമുണ്ട്. ഇങ്ങനെ താഴേക്ക് 100 മീറ്റർ വീതി, 400 മീറ്റർ നീളമുള്ള പറമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 4/1 ഭാഗത്ത് മാത്രമേ നമ്മൾ പ്ലാവ് ഇപ്പോൾ തൽക്കാലം വെക്കുന്നുള്ളൂ. വീടിൻ്റെ ഫ്രണ്ട് വശത്തും അവിടെ ഇങ്ങനെ മാവൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും മോശമായ തൈകളാണ് ലാസ്റ്റ്. എന്നാലും മോശം തൈകൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നന്നായി വരും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ. JCBക്ക് നമ്മളിങ്ങനെ തടം കോരിയിട്ടാണ് ഇളക്കിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് വെക്കുന്നത്. കാരണം ഇത് പണിയാതെ കിടന്ന പറമ്പാണ്, അതുകൊണ്ട് എളുപ്പമല്ല പണിയാൻ. അപ്പോൾ JCB എക്സ്കവേറ്റർ വിളിച്ച് തടം കോരി ഇളക്കിയിട്ടാണ് ഇപ്പോൾ നടുന്നത്. ബാക്കി പണി മാത്രമാണ് തൂമ്പയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മഴ പെയ്ത് മണ്ണാകെ ഇളകി കിടക്കുവാണ്. പിന്നെ വളം കൊടുക്കുന്നത് ബ്ലഡ് ആൻഡ് ബോൺ. നമ്മുടെ വെക്കാനുള്ള തൈകൾ ഒരു തൈ മറിഞ്ഞു വീണു. നമ്മുടെ കോഴികൾ താറാവുകളൊക്കെയാണ്.
നമ്മുടെ ഒരു ഫ്രണ്ടാണ് JCB വെച്ച് ഇതാണ് എക്സ്കവേറ്റർ വെച്ചിട്ട് ഇത് കുഴി എടുക്കുകയാണ്. പ്ലാവ് നടാൻ വേണ്ടി ഒന്ന് മണ്ണിളക്കി ഇതെടുക്കുകയാണ്. നമ്മൾ നടാനുള്ള തൈകൾ ഇങ്ങനെ കൊണ്ടുവച്ചേക്കാണ്. ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നെടുത്ത് നമ്മളിനി ഈ കുഴിയുടെ നടുക്ക് ഇത്തിരി എല്ലുപൊടിയും കുഴിയുടെ നടുക്ക് ഇത്തിരി എല്ലുപൊടിയും 2 തരി യൂറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ നടും. ഇച്ചിരി പുല്ലൊക്കെ പിടിച്ചാണ് പറമ്പ് കിടക്കുന്നത്. നല്ല മഴയാണ്, സമ്മറാണ് ഇവിടെ ക്യൂൻസ്ലാൻഡിൽ. പക്ഷേ നമ്മൾ മണ്ണ് നല്ല ഇളക്കി നമ്മളിങ്ങനെ തൈ നടാൻ വേണ്ടി ഇങ്ങനെ ഇതുണ്ടോ ചെറിയ കുഴിയൊക്കെ എടുത്ത് വൈഫ് ചായ നാരങ്ങ വെള്ളം കൊണ്ടുവരുന്നതാണ്. നമ്മുടെ വീടിനോട് അടുത്ത് തന്നെയാണ്. ആ കാണുന്നതാണ് നമ്മുടെ വീടിനോട് അടുത്ത് തന്നെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇലയമ്മ വെട്ടുള്ളത് വരിക്കായിരിക്കും എന്താ പറയുക, ഇങ്ങനെയാണ് വെട്ടുള്ള ഇല. ചിലത് ഇലയമ്മ വെട്ടുണ്ട്, ചിലത് ഇലയമ്മ വെട്ടില്ല. പക്ഷെ ഇങ്ങനെ പറമ്പ് മൊത്തം നമ്മൾ നടുകയാണ്. ഈ ഒരു സെക്ഷൻ തന്നെ ഒരു 5 ഏക്കറുണ്ട്. പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഒറ്റ ഇതായിട്ടാണ് പറമ്പ്. താഴോട്ട് അങ്ങനെ 10 ഏക്കർ പറമ്പുണ്ട്. റോഡ് സൈഡാണ്, റോഡ് ഫ്രണ്ടേജാണ്. ഇത് നമ്മൾ പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന റൈഡ് ഓൺ മൂവറാണ്. ഇതിൻ്റെ പുറകിൽ നമ്മളിങ്ങനെ ഒരു ട്രെയിലർ കണക്ട് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങനെ തൈകൾ, അതുപോലെ തടിക്കഷ്ണങ്ങൾ, വേസ്റ്റുകളൊക്കെ വാരിക്കൊണ്ട് കളയാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് വളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് പറമ്പിലേക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണ്. കാരണം ഈ പറമ്പ് കുറേയൊക്കെ പുല്ല് പിടിച്ചും ഒക്കെയാണ് കിടക്കുന്നത്. നമ്മളൊരു സൈഡിൽ നിന്ന് അങ്ങേ സൈഡ് വരെ നടന്നെത്തണമെങ്കിൽ സമയമെടുക്കും. 400 മീറ്റർ നീളമുണ്ട് പറമ്പിന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10 ഏക്കർ പറമ്പിൽ മൊത്തം ഇങ്ങനെ നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് നടക്കില്ല. അപ്പോൾ നമ്മൾ ഈ റൈഡ് ഓൺ മൂവറിൽ നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ കയറ്റി, തൈകളൊക്കെ കയറ്റി അത് സ്പോട്ടിലെത്തിക്കും. അതേപോലെ ടൂൾസൊക്കെ, ഇപ്പം പണിയായുധങ്ങൾ സാധനങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് കുറച്ച് എളുപ്പമാണ് നമുക്കങ്ങനെ ചെയ്യാനായിട്ട്. അതുള്ളത് കൊണ്ട് കുറച്ച് പണികളൊക്കെ എളുപ്പമായിട്ട് നടക്കും. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാവ് നട്ട് കഴിഞ്ഞ സ്ഥലങ്ങളാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ റൈഡ് ഓൺ മൂവർ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ്. നമ്മൾ ഓൾറെഡി ഈ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു 23ഓളം പ്ലാവും തൈകൾ നട്ടിട്ടുണ്ട് ഓൾറെഡി. ആദ്യം നട്ടത് ഇവിടെയാണ് ഉള്ളതിൽ. വലിപ്പമുള്ള തൈകൾ ഇവിടെയാണ് നമ്മൾ നട്ടത്, വീടിൻ്റെ മുൻവശത്ത് ഉള്ള ബ്ലാങ്കായിട്ട് കിടക്കുന്ന സ്ഥലം. ബാക്കി സൈഡിലുള്ള പറമ്പാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് പ്ലാവൊക്കെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക്. വീടിൻ്റെ മുൻവശത്ത് നമുക്കൊരു ഐശ്വര്യമാണുള്ളത്. 8-9 മാസം മുമ്പ് നട്ടുവെച്ച പ്ലാവും തൈകൾ ചെറിയ ചട്ടിയിൽ നട്ടുവെച്ച പ്ലാവും തൈകൾ വലിയ ചട്ടിയിലേക്ക് മാറ്റി 375ഓളം പ്ലാവും തൈകൾ ചക്കൂര് നട്ടു. അതിൽ 10-200 മുളച്ചു. അതിലൊരു 140 വളർന്ന് 1.5 അടി വലിപ്പമായി 3 ലിറ്ററിൻ്റെ ചട്ടിയിൽ വെച്ച് നമ്മൾ. ഇതിൽ ഭൂരിഭാഗം ഇപ്പോൾ ഒരു 10-70 നമ്മൾ നട്ടു. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ പറക്കി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. അവിടെ എക്സ്കവേറ്റർ വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരിക്കപ്ലാവിൻ്റെ കുരുവാണ് നമ്മൾ നട്ടത്. ഇതിന് ചക്ക വരുമ്പോൾ വരിക്കയാണോ കൂഴയാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. ചിലപ്പോൾ വരിക്കയായിരിക്കും കൂഴ. ഭൂരിഭാഗം ഇലയമൊക്കെ വെട്ടുകളുണ്ട്. വെട്ടുള്ള ഇല വരിക്കയുടെ എന്നാണ് പറയണത്. ഇതുണ്ടോ ഇലയമ വെട്ടുകളുള്ളത്. ആദ്യം വെട്ടുകളുള്ളത് നമ്മൾ എടുത്തുകൊണ്ട് പോയി. ഇതുണ്ടോ ഈ ഇലയമുള്ള വെട്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇലയമ ഇങ്ങനെ ഒരു വെട്ട് ഉണ്ടെങ്കിൽ അത് വരിക്കായിരിക്കും. ഇങ്ങനെ ഇവിടെ ഇരുന്ന ഭൂരിഭാഗം അതായിരുന്നു. അത് എടുത്തുകൊണ്ട് പോയി നമ്മൾ. ബാക്കിയുള്ളത് വളർന്നു വന്നുള്ളൂ. ചിലപ്പോൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെ വെട്ടുണ്ടാവും. ചില ഇനത്തിന് അങ്ങനെ വെട്ടില്ലാത്തതും വരിക്ക തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയാണ് നമ്മുടെ പ്ലാവ് നടലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ഞാൻ തരാം. മറ്റു വീഡിയോകളായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ഫ്രണ്ട്സ് സ്വദേശത്തുള്ളവരിത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. സീ യു വിത്ത് അനദർ വീഡിയോ. ബാക്കി വീഡിയോസ് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.